ശ്രീ കെ എം ആന്റണി ഇതാണ് പറഞ്ഞത്. ഈ ചോദ്യം ചെയ്യൽ ഇങ്ങനെ പുരോഗമിക്കും. ലഹരി ഇവരുടെ കയ്യിൽ നിന്നും അങ്ങനെ കണ്ടെടുത്തിട്ടുള്ള ചോദ്യം ചെയ്യലല്ല, ഒരു തെളിവുമില്ല നിലവിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വിട്ടയച്ചു എന്നുള്ള വിവരം വരികയാണ്. സിനിമാ മേഖലയുമായി ബന്ധമില്ല, ഇവരൊക്കെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് നമ്മൾ ആണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിട്ടയച്ചു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്, വളരെ ദുർബലമാണ് കാര്യങ്ങൾ അല്ലേ? അല്ല, കാര്യങ്ങൾ ദുർബലമല്ല. ഇപ്പം ആ യുവതി പറഞ്ഞ ആ മോഡൽ പറഞ്ഞ കാര്യങ്ങളിൽ അവർ എത്ര ബോൾഡാണ്. അവർക്ക് പറയാനുള്ള വിഷയങ്ങൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവരെ വിളിപ്പിച്ചു. ഷൈൻ ടോം ചോക്കായിട്ട് സൗഹൃദമുണ്ട് ഉള്ളത്. അതല്ലാതെ പിന്നെ മറ്റൊരു കാര്യം തെളിവായിട്ട് കിട്ടാത്തിടത്തോളം കാലം നമുക്കതിൻ്റെ പിന്നാലെ പോലീസിന് പോകാൻ പറ്റില്ലല്ലോ. മുമ്പ് പറഞ്ഞ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. കാരണം അന്ന് ഷൈൻ ടോം ചാക്കോ പിന്നിലൂടെ ജനലിലൂടെ ചാടി ഓടിയത് എന്തിനാണ്? തട്ടി വിളിച്ചത് അല്ലെ കഥകിൽ മുട്ടി വിളിച്ചതെന്ന് ചോദിച്ചു. 3-ാം നിലയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ 3-ാം നിലയിൽ താമസിക്കുന്ന ഒരാളെ കഥക് മുട്ടി വിളിക്കുക എന്നുള്ളതാണ്. പോലീസ് ചെന്ന് അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും കരുതുന്നുണ്ടോ അയാൾ അവിടെ നിന്ന് ജനലിലൂടെ ചാടി, ഷീറ്റിന് മുകളിലൂടെ ചാടി, സ്വിമ്മിംഗ് പൂളിലൂടെ ചാടി രക്ഷപ്പെട്ടു പോകുമെന്ന്? സാമാന്യ രീതിയിലുള്ള പോലീസിന് പോലും അങ്ങനെ ഒരു ചിന്തയില്ല. അതുകൊണ്ടാണ് പോലീസിന് ആ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അതിനെ ഒരു ജനറലൈസ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പല സംഭവങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട് പോലീസിൻ്റെ പ്രവർത്തനത്തെ. ഞാൻ പോലീസിനെ അധികമായി ന്യായീകരിച്ച് പറയുകയല്ല, പക്ഷെ പോലീസ് ചെയ്യുന്ന കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുന്നിലെ ഒരു അനുഭവമാണ്. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ വേട്ട നമ്മുടെ മുന്നിൽ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഈ കേസിൽ പിടികൂടപ്പെട്ടവർ എന്നൊക്കെ പറയുന്നവരുടെ കയ്യിൽ നിന്നും എത്രത്തോളം പിടികൂടിയിട്ടുണ്ട് എന്ന ചോദ്യമുണ്ട്. ഇവരാണോ യഥാർത്ഥത്തിൽ പിടികൂടപ്പെടേണ്ടവർ എന്നൊരു ചോദ്യം അപ്പുറത്ത് നിൽക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.